Nimshas kitchenലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് മുളക് ബജി തയ്യാറാക്കണേന്ന് നോക്കാട്ടോ. മുളക് ബജി തയ്യാറാക്കുമ്പോൾ നമ്മൾ എടുക്കണ മുളകിന് എരിവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ മുളക് ഒന്ന് മുറിച്ചതിന് ശേഷം ഉപ്പ് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മുളകിന്റെ എരിവ് നന്നായിട്ട് തന്നെ കുറയും കേട്ടോ. അതിപ്പോൾ എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ചട്നി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചമ്മന്തി കൂടി തയ്യാറാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജിയും ചമ്മന്തിയും കൂടി തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിവിടെ 10 ബജി മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗമില്ലേ, ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തത് തന്നെയാണ് കേട്ടോ. അതായത് മുഴുവനായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യണ്ട, പക്ഷെ ഇങ്ങനെ, അതായത് താഴെ വരെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കാണാൻ പറ്റും. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അതായത് ഒരു ഭാഗം മാത്രം മുറിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ എല്ലാം ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഞാനിനി എല്ലാം ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ എല്ലാ മുളകും ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഉപ്പിന്ന് കുറച്ചെടുത്തിട്ട്, അതായത് ഒരുപാടൊന്നും വേണ്ട, കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതായത് നമ്മളിങ്ങനെ ഉപ്പ് തേച്ച് പിടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ശരിക്ക് എന്താ പറയുക, ഉപ്പ് പിടിക്കാത്ത പോലെ തോന്നാറുണ്ട് പലപ്പോഴും. അതായത് ഒരുപാട് അളവിലൊന്നും വേണ്ട, പക്ഷെ എല്ലാവരുടെയും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ എല്ലാ മുളകിൻ്റെയും ഉള്ളിൽ ഉപ്പ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എരിവ് കൂടുതലുള്ള മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞെടുക്കാം കേട്ടോ. ഉപ്പ് തേക്കുന്ന സമയത്ത് കുരു പുറത്തോട്ട് പോന്നോളൂ. അല്ലെന്നുണ്ടെങ്കിൽ കളയണമെന്നില്ല, എങ്ങനെയാലും കുഴപ്പമില്ല. പിന്നെ ഒരുപാട് എരിവുണ്ടെങ്കിൽ ഒന്ന് കഴുകിയെടുക്കാം വേണമെങ്കിൽ. അല്ലെങ്കിൽ ഉപ്പ് തേച്ചിട്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാലും, ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ എരിവ് കുറയും. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് 1.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത്രയും മുളകിന് ഈ ഒരു അളവിൽ മതിയാവും. പിന്നെ ഈ ബാറ്ററിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്, വെളുത്തുള്ളി മാത്രമുള്ളൂ കേട്ടോ, ഇഞ്ചി ഇല്ല. വെളുത്തുള്ളി നമ്മൾ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കട്ടെ, നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോഴായിരിക്കും ഈ ബാറ്ററിൽ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരുള്ളൂ. നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ വെളുത്തുള്ളി അരച്ചത് മുളക് ബജിക്ക് എന്നല്ല, ഏത് ബജിക്കാണെന്നുണ്ടെങ്കിലും. ഞാനിതിപ്പോൾ ചെറിയൊരളവിൽ അരച്ചെടുക്കുന്ന കാരണം കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കേട്ടോ. കായവും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഇതിന്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ സോഡാപ്പൊടി ചേർക്കുമ്പോഴാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് തന്നെ വീർത്ത് വരിക. 1 ടീസ്പൂൺ മുളക് പൊടി ഓപ്ഷണലാണ് കേട്ടോ. ഇപ്പോൾ നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ പിന്നെ മുളക് പൊടി ചേർക്കണ്ട. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല കളർ കിട്ടും, നല്ലൊരു റെഡിഷ് കളർ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്കിത് എടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. കാരണം ഒരുപാട് ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുളകിൻ്റെ പുറത്തത് പിടിക്കില്ല, തീരെ വിട്ടുപോരും. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് തന്നെ എടുക്കാം കേട്ടോ. ഇപ്പം ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇത്രയ്ക്ക് തിക്കായിട്ട് എടുക്കണം കേട്ടോ. ഇത് മതി. വേണമെന്നുണ്ടെങ്കിൽ ബാറ്റർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കറക്റ്റായിട്ട് ഉപ്പും എല്ലാം ഉണ്ടോയെന്നറിയാം.
ഇത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഇപ്പോൾ എണ്ണ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് ഉപ്പൊക്കെ തേച്ച് വെച്ച മുളക് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഈ ബാറ്ററിൽ മുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ ഒരു രീതിയിൽ മുക്കിയെടുക്കാം. ഉള്ളിലേക്കും ബാറ്റർ വരുന്ന രീതിയിൽ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കും ബാറ്റർ വന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ മുക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് തിളച്ച എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് നന്നായിട്ട് വീർത്തൊക്കെ വരുള്ളൂ. ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും കറക്റ്റായിട്ട് അങ്ങോട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവില്ല. നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ തന്നെയാണ് ഇത് കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ മുളക് ബജി നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മുളകും ഫ്രൈ ചെയ്തെടുക്കാം ഈ ബാറ്ററിൽ മുക്കിയിട്ട് തന്നെ. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാട്ടോ, കൈ ഈ ബാറ്ററിൽ മുങ്ങി പോവാതെ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മുളകും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഇനി നമുക്ക് അവസാനത്തെ ബാച്ച് മുളക് ബജിയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ അവസാനത്തെ ബാച്ച് മുളക് ബജിയും ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ കുക്കാവണം. അതുപോലെ ഉപ്പ് നമ്മൾ തേച്ച് കൊടുത്തില്ലെങ്കിലും ഇതിൻ്റെ ഉൾഭാഗം ഒരു എനിക്ക് പലപ്പോഴും ഒരു പച്ച ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട്. ഉപ്പൊന്നും നമ്മൾ ഈ ബാറ്ററിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും ഉപ്പൊന്നും പിടിക്കാത്ത പോലെ തോന്നാറുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആവും. മുളക് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഇതിപ്പോൾ കുറച്ച് വണ്ണുള്ള ടൈപ്പ് മുളകാണ്. നാട്ടിലൊക്കെ ചെറിയ ടൈപ്പ് മുളക് കാണാറുണ്ട്. ഇപ്പം നമ്മുടെ അവസാനത്തെ ബാച്ച് മുളക് ബജിയും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതും കോരി മാറ്റാം. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ മുളക് ബജി നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ചാറ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 ചെറിയ സവോളയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള എന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതി. ഈ ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ചമ്മന്തിയാണ്. ഇതിൽ വഴറ്റിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഒരു ചെറിയ തക്കാളി, നന്നായിട്ട് പഴുത്തൊരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഒരുപാട് അളവിൽ വേണ്ട കേട്ടോ. ഇതും നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. 2 വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ, അതായത് വറ്റൽ മുളകില്ലേ, അതായാലും മതി.
ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ മുളക് പൊടി ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വിനാഗിരി നമ്മുടെ പുളിക്കനുസരിച്ച്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. പക്ഷെ നാരങ്ങാനീരിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് പറയുന്നത് വിനാഗിരി തന്നെയാണ് കേട്ടോ. വിനാഗിരി എന്തായാലും ചേർക്കുക, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് തോന്നില്ല. അല്ലെങ്കിൽ നാരങ്ങാനീരെങ്കിലും ചേർക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുമ്പോൾ ഈ ചട്നി നല്ലൊരു ടേസ്റ്റി ആയിട്ട് തന്നെ വരും കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കണില്ല, വെള്ളം ചേർക്കാതെ തന്നെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞു വരണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമ്മളിപ്പോൾ എന്താ പറയുക, കടുകോ അങ്ങനെ ഒന്നും പൊട്ടിച്ചെടുക്കണമെന്നില്ല. ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ കഴിക്കുക. സാധാരണ ഈ മുളക് ബജിയുടെ കൂടെയൊക്കെ കിട്ടണ ഒരു ചട്നി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ തയ്യാറാക്കുക. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. കുറച്ച് ചട്നി ഒഴിക്കാം. ഇതിപ്പോൾ ചട്നിന്നോ ചമ്മന്തിന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് സ്പൈസി തന്നെയാണ് ഈ ചമ്മന്തി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.